വീരർക്കാവിലെ ഒരു വെടിക്കെട്ട് അപകടം, അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഒരുപാട് പേരുടെ ഇപ്പോഴും പലരും ചികിത്സയിൽ നിന്ന് മാറിയവരുണ്ട്, ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട്. അതിന്റെ ആ ഒരു വ്യാപ്തി കുറച്ച അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ച ദ റിയൽ സൂപ്പർ ഹീറോസ്, ജീവിതത്തിലെ നമ്മൾ കാണുന്ന ദൈവങ്ങൾ അല്ലെങ്കിൽ സൂപ്പർ ഹീറോസ്, അവരെയാണ് ഇന്ന് ഈ വേദിയിൽ വെച്ച് ആസ്റ്റർമിംസ് കണ്ണൂരിന്റെ പേരിൽ ഓണർ ചെയ്യുന്നത്. ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഈ ഒരു ചടങ്ങും ഇതും നമ്മളെ ജീവൻ അപകടം വരാതെ ഇരിക്കാനുള്ള, എന്നിട്ട് നമ്മൾ ഇനി സുരക്ഷ ഏറ്റെടുക്കണം എന്നുള്ളത്, അതിന് നമ്മൾ എത്രത്തോളം പ്രവർത്തിക്കണം എന്നുള്ളത്, ഇങ്ങനെയൊക്കെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഈ ചടങ്ങ് ഉപകാരപ്രദമായിട്ടുണ്ട്. ആദ്യം ഓടുമ്പോ എൻട്രൻസിൽ ഞാൻ ഒരു 3-4 കുട്ടികളുടെ മുകളിലെ ആൾക്കാർ ഓടുന്നുണ്ടായിരുന്നു. അവരെ പൊക്കിയെടുത്തു. അവരെ ഞാൻ ശ്രീജിത്തിനെ ഏൽപ്പിച്ചു. ശ്രീജിത്ത് വെളിയിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും അകത്തോട്ട് പോയിട്ട് അതിനകത്തുണ്ടായിരുന്ന ആരാ അറിയില്ല, അത് ലേഡി അവരൊക്കെ പൊക്കി. ഒന്നും കേൾക്കാൻ പറ്റാത്ത വിധത്തിലായിരുന്നു മനസ്സും. ഞാൻ പട്ടാളത്തിലുണ്ടായതുകൊണ്ട് കുറച്ച് ധൈര്യം വന്നാൽ മാത്രം തിരിച്ചതിനകത്ത് വീണ്ടും പോയത്. അന്നേരം കുറെ ചെറുപ്പക്കാരൊക്കെ സഹായിക്കുന്നുണ്ടായിരുന്നു. ആൾക്കാരെ എടുത്തിട്ട് ആരും അങ്ങോട്ടുകൂടെ അറിയുന്ന ആൾക്കാരായിരുന്നില്ല. So there are a lot of people involved. അതായത് ഈ ആൾക്കാരെ രക്ഷിക്കാനും പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാനും നോക്കാനും വേണ്ടി. സോ സഡൻലി ഒരു നാട് മൊത്തം ഒരു സൂപ്പർ ഹീറോസിന്റെ നാടായിട്ട് മാറും. ബിഗ് സല്യൂട്ട് ടു യു ഓൾ. അപ്പോൾ ഞാൻ വാട്സപ്പ് നോക്കി, അപ്പോഴാണ് സജ്ജാടിന്റെ ഒരു വോയിസ് കണ്ടത്. സജ്ജാട് കരഞ്ഞുകൊണ്ട് പറയുന്നത്, എല്ലാവരും പെട്ടെന്നൊന്ന് നീലേശ്വരം ദേശീയയിലേക്ക് പോകാം, വലിയൊരു അപകടം നടന്നിട്ടുണ്ട്, എല്ലാ ആംബുലൻസും പോകാം.